ഹലോ ഓമനയോ, നീ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കവിടെ എത്താൻ വലിയ സമയം വേണ്ട. ഇന്ന് വൈകിട്ട് 4 മണി, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. 4 മണി കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ മാല കിട്ടിയിട്ടില്ല. 4 മണി കഴിഞ്ഞാൽ മാല കിട്ടിയിട്ടില്ലെങ്കിൽ ആ CCTV ഫുട്ടേജും അപ്പുറത്തെ വീട്ടിലെ പെണ്ണുമ്പിളുടെ മൊഴിയൊക്കെ പോലീസിനോട് കൊടുക്കായിരിക്കും അല്ലേ? നീ എന്നടാ പൂപ്പിക്കുന്നേ? ഹലോ ചേച്ചി. ആ മാലയുടെയും ലോക്കറ്റിന്റെയും ഉടമസ്ഥൻ രഘു എന്ന് പറയുന്ന ഒരുത്തനാണ്. അതിനകത്ത് അവന്റെ ചത്തുപോയ തന്തയുടെ ചിതാഭസ്മവും. രഘുവിനെ പറ്റി നീ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. 4 മണി. എങ്ങനെ എത്തിക്കാനാണ്? എടാ അത് രഘുവിന്റെ മാലടാ. എടാ ഞാൻ മാല വിളിക്കണം. നീ ആ ഫോം വല്ല കാട്ടിൽ കൂടെ കളാം. ഹലോ മാലു. ജോയ്, എൻ്റെ ATM കാർഡ് ആരോ 4 തവണ പിന്ന് തെറ്റിച്ചുപയോഗിച്ചിട്ട് ബ്ലോക്ക് ആക്കിയിരിക്കുക. ഞാൻ ബാങ്കിൽ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ ATMന്റെ ലൊക്കേഷൻ മെസ്സേജ് തന്നിട്ടുണ്ട്. മാലു, ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ATM ശരിയാക്കാൻ പോകാൻ പറ്റുമോ? അതിന് വലിയ പ്രശ്നത്തിന്റെ ഇടയിലാണ് ഞങ്ങളിപ്പോ. എൻ്റെ ATM കാർഡ് ഞാൻ കാറിനുള്ളിൽ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. ഇനി ആ ATMന്റെ ഏരിയയിലെങ്ങാനും വണ്ടി ഉണ്ടെങ്കിലോ? ആണോ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ആ ATMന്റെ ലൊക്കേഷൻ ഞങ്ങൾക്ക് അയച്ചാ ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കട്ടെ. ആ പപ്പൻ ഉണ്ട്, കൊടുക്ക. ഒരു മിനിറ്റ്, മാലുവാണ് സംസാരിക്കും. ഏയ് ബജ്ജിയൊന്നും പോയില്ലോടെ. നാളെ ഇത് തന്നെ ആയിരിക്കും. നാളെ കട അവധിയാട്ടാ. എന്തല്ലേ ബലിയിടാൻ പോണം. ഓ, നിന്റെ ഈ പച്ച ഷർട്ട് നല്ല നല്ല ഭംഗിയുണ്ടല്ലോ. നിന്റെ പച്ച അല്ലത് മഞ്ഞ. മഞ്ഞ? ചേട്ടൻ ആ ATMന്റെ സെക്യൂരിറ്റി ആണ്? അതേലോ. ഒരു മിനിറ്റ്, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ 2000 മാത്രമേ ഉള്ളൂ. അല്ലടാ, പോലീസാണ്. ചേട്ടാ, കുറച്ചു നേരം മുമ്പേ ഇവിടെ എവിടെയെങ്കിലും ഒരു ഡസ്റ്റർ കാർ കിടപ്പുണ്ടായിരുന്നു. ഡസ്റ്റർ കാണുമായിരിക്കും സാറേ. എന്തോരം വണ്ടികൾ വന്നു പോണതാണ്. ഇതെല്ലാം ആരോർത്തിരിക്കുന്നത് സാറേ? അത് ശരിയാണ്. പക്ഷെ ചേട്ടൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രദ്ധിച്ചില്ല സാറേ. ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അത് ഒരു മോഷണം പോയ വണ്ടിയാണ്. അത് കിട്ടിയില്ലേ പ്രശ്നമുണ്ടോ? ആലോചിച്ച് നോക്ക് പ്ലീസ്. ഈ വണ്ടി ഏതാ സാറേ? ഡസ്റ്റർ പറഞ്ഞ മനസ്സിലായി. അതേതാ വണ്ടിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല സാറേ. ചേട്ടാ ഒരു വലിയ വലിയ വണ്ടിയാണ്. ഒരു SUV ആണ്. ഒരു വലിയ വണ്ടി. അതിന്റെ നിറം എന്താ സാറേ? അതൊരു ഗോൾഡൻ ബ്രൗൺ. എന്നുവെച്ചാല് കാപ്പിയുടെ കളറല്ലേ? കാപ്പിട. ആ, അത് കറുപ്പല്ലേ? അച്ഛാ അത് കട്ട കാപ്പി. ഇത് മറ്റേ പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ബ്രൂ കോഫിയുടെ കളർ. എന്റെ പൊന്നിയേട്ടെ, ബ്രൗൺ ചേട്ടാ, ബ്രൗൺ. ചെറിയൊരു കാക്കിയില്ലേ? കാക്കി, പോലീസുകാരുടെ കാക്കി. ആ കാക്കിയുടെ ഒരു കടും കാക്കി കളർ, ഡാർക്ക് കാക്കി കളർ. കടും കാക്കി. ചേട്ടാ ഏകദേശം ഈ കളറായിട്ട് വരും. ഈ ഒരു കളർ. അത് ബ്രൗൺ. ഇതല്ലേ ബ്രൗൺ? ചേട്ടാ ഇത് ബ്രൗൺ അല്ല. ചേട്ടാ ഈ കടുകാക്കി പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിയില്ലേ? ആ കളറില്ലേ? ആ വണ്ടിയുടെ കളർ ഏകദേശം ഇതന്നെ. ഡസ്റ്റർ. ഇതാണ് ഡസ്റ്റർ. ഡോറിലല്ല. പക്ഷെ കാർ കിട്ടില്ല. മാല ഉണ്ടോ അതിനകത്ത്? അത് കറുപ്പല്ലേ? ഞാൻ ഫ്രണ്ട് നോക്കാം. ഒരു ബാഗാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാഗ് ഉണ്ടോ? ബാഗിനകത്ത് മാല എന്ന് പറഞ്ഞോളൂ. 4 തവണ തെറ്റിച്ചടിച്ചാ ഈ സാധനം ബ്ലോക്ക് ആവല്ലേ? ചേടാ, എനിക്കറിയാൻ മേലായിരുന്നു. എന്നാ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ പൊളിച്ചേനെ. മാങ്ങാത്തൊലി. പറയൂ. ആ പുറത്തിറക്കുന്ന വണ്ടി ആരോണെന്നാ? എന്തിനാ താൻ കാര്യം പറയടോ. വണ്ടി ആരോണെന്നാ? അതെ, ഏതാ, എവിടെന്നാ, എങ്ങനെയാ, അങ്ങനെ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ആദ്യം കാര്യം പറ. അതല്ലേ ശരി? അല്ലേ? ആ വണ്ടിന്റെ കാട് മാലിന്റെ കാടാടാ.
നിക്കൂലടാ. ഒരു കാര്യം ചോദിക്കാം, നിക്കണം. എടോ, എന്റെ കൈ കെട്ടി വിടില്ല കേട്ടോ. ചേച്ചി ഒരുത്തൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ഓടി കയറി. സോറി, ഇവനെന്താ മാഞ്ഞു പോയി? ആ ഗുരു പറടാ. നിനക്ക് ആ വണ്ടി എവിടെ കിട്ടി? ദേ ഒരാൾ എന്നെ ഓടിച്ചോണ്ടിരിക്കുന്നു. പോലീസടാ. എനിക്കറിയില്ല. നീ പിടിയോടിക്കില്ലട്ടാ. കുടിച്ചാവോ? അതോ പിടിച്ചാലും നീ എന്റെ പേര് പറയരുത്. നീ ഓടിക്കോ. ഓടിക്കടാ. ഒന്ന് പോണേക്കാ. ഇയാളൊന്ന് പോയി. എന്റെ പൊന്നു. വയ്യടാ. എന്റെ പൊന്നേട്ടാ പുറകെ വരല്ലേ. അതാ നീ ഓടല്ലേ? ഒന്ന് പോയേ. ഒന്ന് നിക്കടാ. ഒന്ന് പോകണ്ടാറേ. ഒന്ന് പറഞ്ഞിട്ട് ഓടാടാ. വണ്ടി അവിടെ നിന്നിട്ടേ. പറ്റല്ലടാ. അയ്യോ, അമ്മേ. എന്തിനാ നീ ഇങ്ങനെ നിന്ന് ഓടുന്നേ? ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ഓടിച്ചേ? നീ ഓടിട്ടല്ല, ഞാൻ ഓടിക്കണേ. ഓടില്ല. ഓടരുത്, ഇനി ഓടി. ഓടരുത്. ആ ഇവിടെ ഇരിപ്പുണ്ടേ. പോവാം. പാടാ ഇങ്ങോട്ട് പാടാ മുത്ത്. എന്നാ പോലെ കുറേ ഓടിയല്ലേ? ഇച്ചിരി വെള്ളം കുടി. അവൻ്റെ കൊടുക്കണട്ടാ. കൊന്തം കൊടുക്കും ഞാൻ.